അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ മീൻ മസാലയാണ് കേട്ടോ. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചൂടായ ഓയിലിൽ ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ലൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പം അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറുന്നവർക്ക് നല്ലൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറട്ടെ കേട്ടോ. നല്ല പച്ചമുളക് മാറിയതിൻ്റെ ശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. പച്ചമുളക്കൊന്ന് മാറട്ടെ കേട്ടോ. അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറിയതിൻ്റെ ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. മസാലകൾ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, കളറിന് വേണ്ടി കാശ്മീരി മുളകും പൊടി കേട്ടോ. ആവശ്യത്തിന് വേണ്ടി നമുക്കൊക്കെ ഇട്ട് കൊടുക്കാം. ഈ മസാലേൻ്റെ പച്ചമുളകൊന്ന് മാറിയതിൻ്റെ ശേഷം അരച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലൊന്ന് വേകട്ടെ കേട്ടോ. തക്കാളിൻ്റെ പച്ചമുളകൊന്ന് മാറട്ടെ. കുറച്ച് നേരം നല്ലൊന്ന് ഫ്രൈ ചെയ്യാം. ആ പച്ചമുളകൊന്ന് മാറിയതിൻ്റെ ശേഷം കലക്കി വെച്ച് പുളി ഒഴിച്ചു കൊടുക്കണം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. നല്ല തിളച്ചതിൻ്റെ ശേഷം ഓരോരോ മീനായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് സ്ലോ ആക്കിയിട്ട് ഒരു 20-25 മിനിറ്റ് വേഗം വയ്ക്കാം കേട്ടോ. നല്ലൊക്കെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം നല്ല അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ഇളക്കാതെ അങ്ങനെ വേഗം വയ്ക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. കുറച്ച് നേരം വേകട്ടെ. നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ജാസ്തി ഇളക്കിയാൽ പൊടിയും കേട്ടോ. പിന്നെ മീൻ ഉണ്ടാവില്ല. അതുകൊണ്ട് മെല്ലെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇനി കുറച്ചൊന്ന് അടച്ചു വെക്കാം. ഇതാട്ടോ നമ്മളെ മീൻ മസാല. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റാണ്. നല്ല രുചിയുണ്ട് കേട്ടോ. നമ്മൾ മീൻ മസാല റെഡി ആയിട്ടോ. ഇനി നമുക്ക് ടിഫിനിലാക്കാം. ലഞ്ചിന് കൊണ്ടുപോകാനുള്ള ടിഫിന് റെഡിയാക്കാം. ചെറിയ ടിഫിനിലിട്ട മീൻ പൊട്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വലിയ ടിഫിനിലാക്കുന്നത് മീൻ. നമ്മൾ മീൻ മസാല റെഡിയായി. ലഞ്ച് ബോക്സും റെഡി ആയിട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി.